പാഠം 1054. പുതുമയുള്ള ഒരു കഥ. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ സർക്കാരിന് ഉത്കണ്ഠ. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ പെരുകി വരുന്നതായുള്ള പത്രവാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സ്ത്രീവിരുദ്ധരായ സാമൂഹ്യദ്രോഹികളോട് നേരിടാൻ ഒറ്റക്കെട്ടായി ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തൊക്കെയുണ്ട് മോഹനയുടെ പത്രത്തെ വാർത്തകള്? സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടി വരുന്നതായി സർക്കാർ തന്നെ തുറന്നു പറയുന്നു. പൊതുസ്ഥലങ്ങളിലും വീടുകളിലും ജോലി സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ ഇത് തന്നെയാണ് നടക്കുന്നത്. പെണ്ണുങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ പെണ്ണുങ്ങൾ തന്നെ നോക്കണം. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുക്കാം. ഒരു വേഷം കെട്ടലിലും ഒരാളും എന്റെ അടുത്തേക്ക് വരില്ല. അതിപ്പോ പൊതുസ്ഥലത്തായാലും ജോലി സ്ഥലത്തായാലും. എന്തുകൊണ്ടാണ്? എന്താണ്? മോഹൻ സാർ നിന്റെ ഭർത്താവായതുകൊണ്ട്. നീ ഒരു അഹങ്കാരിയാണെങ്കിലും ഞാൻ നിന്നെ തല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാറുണ്ടോ? പിന്നെ പൊതുസ്ഥലത്ത് അവിടെ നീ ആരാ? മോഹൻ സാറിന്റെ ഭാര്യ, വില്ലേജ് ഓഫീസറുടെ ഭാര്യ. അതുകൊണ്ട് ആ ബഹുമാനം നിനക്ക് കിട്ടും. ശരിയല്ലേ? വളരെ ശരിയാണ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. വളരെ വളരെ ശരിയാണ്. മോഹനേട്ടൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ? കഥകൾ, നോവലുകൾ, കവിതകൾ, നാടകങ്ങൾ, അങ്ങനെ 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 അങ്ങനെ. അതിൽ മോഹനേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? എന്താണ് പതിവില്ലാത്തൊരു ചോദ്യം? ചുമ്മാ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഈ വലിയ വലിയ എഴുത്തുകാരൊക്കെ കഥകൾ ഉണ്ടാക്കുന്നത് എങ്ങനെ മോനട്ടാ? കഥകൾ ഉണ്ടാക്കുകയല്ല, ഉണ്ടാവുകയാണ്. ഓ, ഏതെങ്കിലും ഒരു കഥാതന്തു എഴുത്ത് പൊട്ടി മുളയ്ക്കും. അത് വളരുന്നു, വികസിക്കുന്നു, കഥയായി മാറുന്നു. മോഹനേട്ടൻ ഒത്തിരി വായിച്ചിട്ടുള്ള ആളല്ലേ? ഒരു പുതുമയുള്ള കഥയ്ക്ക് പറ്റിയ ഒരു നല്ല വിഷയം പറ. എന്തിന്? ചുമ്മാ. മോഹനേട്ടന്റെ കഥയൊക്കെ എഴുതാൻ അറിയാവുന്ന ഞാൻ സദാനന്ദ സാറിനോട് പറഞ്ഞപ്പോഴേ സാറിനോട് പറയാ ചുമ്മാ പറയാവുന്ന. മോഹനേട്ടൻ ഒരു പുതുമയുള്ള കഥ പറ. മോഹനേട്ടൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് എനിക്ക് സദാനന്ദ സാറിന്റെ അടുത്തത് പറയാലോ. പറ പറ പറ. എന്റെ മനസ്സിൽ പുതുമയുള്ള 1000 കഥകളുണ്ട്. പക്ഷേ അത് നിന്നോടോ നിന്റെ സാധാരണ വക്കീലോടോ പറയാനുള്ളതല്ല. എന്തോ കള്ളത്തരമുണ്ടല്ലോ. പെട്ടെന്ന് നമ്മൾക്ക് കഥയിലൊരു താല്പര്യം വന്നെന്താ? കണ്ടുപിടിക്കാം. ഹലോ, വിദ്യ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. രാവിലെ ഇപ്പൊ ഞാൻ വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. ഓ, ആകെയുള്ളത് മുനിസിപ്പൽ കോടതിയിലെ കേസല്ലേ? അതെന്തായാലും അവധിക്ക് വെക്കും. അപ്പൊ പിന്നെ ഞാനൊരു ഉച്ചയാകുമ്പോഴേക്ക് വന്നാലോ മതിയല്ലോ അല്ലേ? വേറൊന്നുമല്ലെന്നേ, കഥാമത്സരത്തിന് കഥ കൊടുക്കേണ്ട അവസാന ദിവസം എന്ന്. ഞാൻ എത്രയൊക്കെ ആലോചിച്ചിട്ടും പുതുമയുള്ള ഒരു വിഷയം കിട്ടില്ല. എന്തായാലും മത്സരിക്കാൻ ഇറങ്ങുമ്പോ ആദ്യത്തെ 5 സ്ഥാനത്തിൽ ഒരു സ്ഥാനമെങ്കിലും നമുക്ക് കിട്ടണ്ടേ? മോഹനേട്ടന് തന്ത്രപൂർവ്വം വളയ്ക്കാൻ നോക്കി. ആശാൻ പക്ഷെ കൊത്തിയില്ല. നേരെ കാര്യം പറഞ്ഞ് സഹായിക്കില്ലെന്ന കാര്യം ഉറപ്പല്ലേ? ഇതുപോലൊരു സംസ്ഥാനതല മത്സരത്തിൽ എനിക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അത് സഹിക്കൂ. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും വഴി നോക്കണം. പുതുമയുള്ള ഒരു വിഷയവും കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ മനസ്സിലൊരു കഥ അങ്ങ് എഴുതും. അല്ല എന്ത് ചെയ്യാൻ പറ്റും? ശരി, ഉച്ചയ്ക്കാണ്. ഈ കഥ എഴുതുന്ന ആളുകളൊക്കെ സമ്മതിക്കണം. ഇവരെങ്ങനെയാണോ ഈ കഥയൊക്കെ ഉണ്ടാക്കണേ? അപ്പൊ അതാണ് സംഭവം. ചെറുകഥാ മത്സരത്തിന് അയക്കാൻ കഥ അന്വേഷിച്ച് നടക്കുക. മോഹനേട്ടാ, ഒരു രസമുള്ള സംഭവം ഉണ്ടായി. രസം ഉള്ള സംഭവമാണ് എന്ന് നീ പറഞ്ഞാൽ പോരല്ലോ, ആദ്യ കാര്യം പറയൂ. കേരളത്തിലെ കോടതികളിലെ ബാർ അസോസിയേഷനുകളെല്ലാം ചേർന്ന് ഒരു ചെറുകഥാ മത്സരം നടത്തുന്നു. കേരളത്തിലെ വക്കീലന്മാരിൽ ഏറ്റവും നല്ല ചെറുകഥാകൃത്തിനെ തെരഞ്ഞെടുക്കാൻ. അത് കൊള്ളാം. എന്താ? വക്കീലന്മാർക്ക് കഥ എഴുതാൻ പ്രത്യേകിച്ച് പരിശീലനത്തിന്റെ കാര്യമൊന്നുമില്ലല്ലോ.
ഓരോ ദിവസവും ഓരോ കോടതികളിൽ കയറി നിന്ന് പറയുന്ന നുണകൾ മാത്രം എഴുതി വെച്ചാൽ മതിയല്ലോ. വന്ന് വന്ന് മോഹനേട്ടന്റെ തമാശകൾക്കൊന്നും തീരെ നിലവാരമില്ലാതായി പോയിട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, ഈ കഥ എഴുത്ത് മത്സരത്തിന്റെ കാര്യമൊക്കെ നീ എന്നോട് പറയേണ്ട കാര്യം എന്താണ്? ഞാനും മത്സരിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ നോക്കണേ. നീ കഥ എഴുതാൻ പോകുന്നു? എന്താ ഞാൻ കഥ എഴുതിയാല്? അതെ, കഥ എഴുതാൻ വേണ്ടത് ഭാവനയാണ്, ഭാവന. അതെനിക്കുണ്ട്. ഭാമേ, പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ നീ പഠിച്ച ആനയുടെയും സിംഹത്തിന്റെയും കഥയൊന്നും പോരാ. ചെറുകഥ എന്ന് പറയുന്നത് ഒരു വലിയ സർഗാത്മക സൃഷ്ടിയാണ്. ഓ ആയിക്കോട്ടെ. എനിക്ക് സമ്മാനം കിട്ടിക്കഴിയുമ്പോ മോനിട്ട് മനസ്സിലാവുമല്ലോ ഞാൻ ആരാന്ന്. അങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് നിനക്ക് സമ്മാനം കിട്ടിയാൽ നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. കെ മോഹനകൃഷ്ണൻ സാർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. നിനക്ക് 1ാം സമ്മാനം ഒന്നും കിട്ടണ്ട. 10ാം സമ്മാനം കിട്ടിയാലും നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഓ, എന്നെ കൊണ്ട് കഥ പറയിപ്പിച്ച് പന്തയത്തിൽ എന്നെ തന്നെ തോൽപ്പിക്കാനാണ് പരിപാടി. നടത്താൻ വക്കീലേ, എന്താണ് പരിപാടി? എന്താ? കഥകൾ മോഷ്ടിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലെ നിയമപ്രകാരം കുറ്റകരമാണ്. പിന്നെ ഞാൻ കഥ മോഷ്ടിക്കൊന്നുമല്ല. വക്കീലന്മാരുടെ സംഘടന നടത്തുന്ന സംസ്ഥാന ചെറുകഥാ മത്സരത്തിൽ അയക്കാൻ കഥ അന്വേഷിക്കുകയാണ് ഈ വക്കീൽ എന്ന് മനസ്സിലായി. അതിനുവേണ്ടിയാണല്ലോ കുറച്ചു മുമ്പ് എന്റെ അടുത്ത് വന്ന് ഒന്നും അറിയാത്തതുപോലെ പുതിയ കഥയുടെ ആശയം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചത്. എന്റെ കയ്യിൽ നിന്ന് കഥ കിട്ടാതെ വന്നപ്പോ ഏതെങ്കിലും പഴയ പുസ്തകത്തിൽ നിന്ന് ഒരു കഥ അടിച്ചു മാറ്റാമെന്ന് കരുതി. ശരിയല്ലേ? കഥമോഷണ കേസിനകത്തായി പോയ ഒരു വക്കീലിനെ ജാമ്യത്തിലിറക്കാൻ വരുന്ന വേറൊരു വക്കീലിന്റെ കഥ ആയോലോ ഭാമേ. അതാകുമ്പോ ഒരു പുതുമയുണ്ട്. ഇല്ലേ ഇല്ലേ? ഞാൻ കഥ മോഷ്ടിക്കാൻ നോക്കിയൊന്നുമല്ല. ഇതൊക്കെ നോക്കാൻ പുതിയ ആശയം എല്ലാം കിട്ടിയുള്ള നോർത്ത് നോക്കിയതാ. ഭാമേ, എന്താ? നമുക്ക് ചായ കുടിക്കാൻ തോന്നുമ്പോ നമ്മൾ പോയി ഒരു ചായ അങ്ങുണ്ടാക്കും. അതിന് പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട, ശീലം മതി. പക്ഷേ അതുപോലെ അല്ല കഥ എഴുത്ത്. ഒരു കഥ എഴുതണം എന്ന് തോന്നുമ്പോ കുറച്ച് കടലാസും പേനയും കൂടെ എടുത്തു വെച്ചാൽ കഥ ഇങ്ങ് വരില്ല. അതിന് പ്രതിഭ വേണം, പ്രതിഭ. ഞാൻ വലിയ എഴുത്തുകാരി ആവാനൊന്നും അല്ല കഥ എഴുതുന്നത്. എന്റെ ജോലി സ്ഥലത്തുള്ളവരുടെ ഇടയിൽ നടത്തുന്ന ഒരു മത്സരം. എല്ലാരും എന്നെ പോലെ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ സമ്മാനം കിട്ടും. എന്തായാലും ഒരു കാര്യം നീ സമ്മതിച്ചല്ലോ, വക്കീലമാർക്ക് വലിയ കഴിവൊന്നുമില്ല. അതുകൊണ്ട് മൂക്കില്ല രാജ്യത്ത് മുറുമൂക്കൻ രാജാവാകണമെന്ന്. നിനക്ക് പോലും ഒരു കഥ എഴുതി സമ്മാനം വാങ്ങാമെങ്കിൽ ബാക്കി വക്കീലന്മാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? അയ്യോ അയ്യോ അയ്യോ, ഒരു കഥാകൃത്ത്. മോഹനേട്ടന്റെ പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള വില്ലേജ് ഓഫീസർമാരെല്ലാം ഭയങ്കര കഥ എഴുത്തുകാരാണെന്ന് തോന്നൂലോ. എല്ലാ വില്ലേജ് ഓഫീസർമാരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. പക്ഷേ കെ മോഹനൻ സാർ അങ്ങനെ തന്നെയാണ്. റവന്യൂ വകുപ്പ് ഒരു കഥ എഴുത്ത് മത്സരം നടത്തിയാൽ കെ മോഹനകൃഷ്ണൻ സാറിന് തന്നെ ആയിരിക്കും 1ാം സമ്മാനം എന്നുള്ള കാര്യം ഉറപ്പാ. മോഹനേട്ടൻ അങ്ങനെ എന്തു പറയാലോ. കാരണം റവന്യൂ വകുപ്പിൽ അങ്ങനെ ഒരു മത്സരം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം മോഹനേട്ടൻ അറിയാം. അതുപോലെ പറയാം. ഒരു കാര്യം ചെയ്യാം, മത്സരം ഒന്നും വേണ്ട. അല്ലാതെ മോഹനേട്ടൻ ഒരു കഥ എഴുതി കാണിക്കാം. വെറുതെ കഥ എഴുതുന്നത് വെറുതെ അല്ലല്ലോ. ഏതെങ്കിലും നല്ലൊരു വാരയ്ക്ക് അയച്ചു കൊടുത്ത് നമുക്ക് അച്ചടിപ്പിക്കാം. എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വലിയ എഴുത്തുകാരായിട്ടുണ്ട് മോനിട്ടാ. മലയാറ്റൂർ രാമകൃഷ്ണൻ, NS മാധവൻ, CP നായർ, ഈ പറഞ്ഞ ആളുകളെല്ലാം പല കാലങ്ങളിലായി റവന്യൂ വകുപ്പിലുണ്ടായിരുന്ന ആളുകളാ. എനിക്ക് കഥ എഴുതണം എന്ന് തോന്നുമ്പോ ഞാൻ എഴുതും. ഇപ്പൊ അതല്ലല്ലോ പ്രശ്നം. നിനക്ക് കഥ എഴുതണം, അതിന് എന്റെ സഹായവും വേണം. മോഹനേട്ടനെ കണ്ടിട്ടൊന്നുമല്ല ഞാൻ ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തത്.
ഓരോ കഥയൊക്കെ എഴുതാൻ എന്നെ കൊണ്ട് പറ്റും. എഴുത്. എന്നിട്ട് മത്സരത്തിന് അയച്ചു കൊടുക്ക്. ഈ കഥയൊക്കെ വായിച്ച് മാർക്കടായിരിക്കുന്നവർ നിന്റെ കഥ വായിച്ച് ആത്മഹത്യ ചെയ്യും. അതോടെ നിന്റെ പേരിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കും. നീ അകത്തും പോവും. ഇത് വേണമെങ്കിൽ ഒരു കഥയാക്കാം നമുക്ക്. നല്ല പുതുമയുണ്ട്. ആരാ? ഞാൻ വക്കീലൊന്ന് കാണാൻ വന്നതാ. വക്കീലില്ലേ? ഉണ്ട്. ഹാമേ ഇപ്പൊ വരും. ശിവദാസനായിരുന്നു. വക്കീലിനെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ലാത്ത പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കിയാ ഞാൻ വക്കീലിനെ കേസ് ഏൽപ്പിച്ചത്. എന്നിട്ടും വക്കീൽ ആ കേസ് തോറ്റല്ലേ? അല്ല, അതിപ്പോ കേസ് കേൾക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞാണല്ലോ കേസ് ജയിക്കാൻ സാധ്യതയൊന്നുമില്ലെന്ന്. ശിവദാസൻ അല്ലാതെ നിർബന്ധിച്ചത്. ഇപ്പൊ അങ്ങനായോ? വേറെ ഏത് വക്കീലായിരുന്നെങ്കിലും ഈ കേസ് ജയിച്ചേനെ. വക്കീലിന് പണി അറിയാത്തതുകൊണ്ട് മാത്രമാ കേസ് തോറ്റത്. എന്തിനാ മനുഷ്യനെ ചുറ്റിക്കേണ്ട അറിയാത്ത പണിയും കൊണ്ട് നടക്കുന്നേ? വീട്ടിലിരുന്ന് കഞ്ഞി കറി വെച്ചൂടെ? കഷ്ടം തന്നെ. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ ഒരു നാടകമുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പേര്. അടുക്കളയ്ക്ക് പുറത്തുള്ള ജീവിതത്തിലേക്കുള്ള സ്ത്രീകളുടെ വരവായിരുന്നു വിഷയം. നിനക്ക് കഥയ്ക്ക് പറ്റിയ പുതുമയുള്ളൊരു വിഷയമായിട്ടാണ് അദ്ദേഹം കടന്നു വന്നത്. വലിയ കേമിയാണ് എന്ന ധാരണയിൽ അഹങ്കരിച്ചിരുന്നൊരു വക്കീലിന് പണിയറിയില്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലായതോടെ കേസൊന്നും കിട്ടാതെ ഒടുവിൽ അടുക്കള പണിയിലേക്ക് തിരിച്ചു പോകുന്നൊരു കഥ. നല്ല പുതുമയുണ്ട്. കോടതിയിൽ നിന്ന് അടുക്കളയിലേക്ക് എന്ന പേരും ഇടാം. അടിപൊളിയായിരിക്കും. റോസന് വരാൻ കൊണ്ടൊരു നേരം. ഒരു വക്കീല് കേസ് തോക്കുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അത് ഇത്ര വലിയ സംഭവമായിട്ട് കണ്ടിങ്ങനെ കക്കാന്ന് ചിരിക്കേണ്ട കാര്യമില്ല. കേസ് തോൽക്കുന്നത് ആദ്യമായിട്ടായിരിക്കില്ല. പക്ഷേ കക്ഷി വക്കീലിന്റെ വീട്ടിൽ വന്ന് ചീത്ത വിളിക്കുന്നതും അടുക്കള പണിയത് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നതും പുതുമയുള്ള കാര്യങ്ങളാണ്. ഇനി ഒട്ടും താമസിക്കേണ്ട, കഥയിൽ തുടങ്ങിക്കോളൂ. ഏത് കഥയിലും ആത്മകഥാംശം ഉണ്ടെങ്കിൽ ആ കഥ നന്നായി വരും. അങ്ങനെ ആത്മകഥാംശം നോക്കിയാ മോഹനേട്ടന് എഴുതാൻ പറ്റുന്നിടത്തോളം പുതുമയുള്ള കഥകൾ ലോകത്ത് ആർക്കും എഴുതാൻ പറ്റില്ല മോഹനേട്ടാ. കഴിഞ്ഞ 4-5 കൊല്ലം മോഹനേട്ടനെ പറ്റിയ അബദ്ധങ്ങൾ മാത്രം എഴുതിയിട്ടുണ്ടെങ്കിലേ മഹാഭാരതത്തിനെക്കാട്ടിലും വലുതായിരിക്കും. ഒരബദ്ധം പറ്റാത്ത ഒരു ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ടോ മോഹനേട്ടന്റെ ജീവിതത്തിൽ? ഉണ്ടോ? ഓ, അത് മുഴുവൻ എഴുതി ഒരു വില്ലേജ് ഓഫീസറുടെ വിവരക്കേടുകൾ എന്നുള്ള പേരിൽ ഒരു പുസ്തകമാക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലം ആ പുസ്തകം വിറ്റ് കിട്ടുന്ന ചിക്കിലി കൊണ്ട് സുഖമായിട്ട് ജീവിക്കാം. എനിക്ക് എന്റെ ജീവിതത്തിൽ ആകെ ഒരു അബദ്ധമേ പറ്റിയിട്ടുള്ളൂ. അതാണ് നീ വഴിയേ പോയ വയ്യാവേലി എന്ന പേരിൽ ഒരു കഥ എഴുതുന്ന കാര്യം ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. മര്യാദക്ക് ജീവിച്ചുകൊണ്ടിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന് പെണ്ണ് കാണാൻ പോയപ്പോൾ അപ്പോ തോന്നിയ പൊട്ട ബുദ്ധി കൊണ്ട് ആ കല്യാണത്തിന് സമ്മതിച്ചാണ് കഥ. അത്ര ഒരു കഥ എന്റെ കയ്യിലും ഉണ്ട്. കണ്ടാൽ തരക്കേടില്ലാത്ത വിദ്യാഭ്യാസവും ഉദ്യോഗവും ഉള്ള ഒരു യോഗ്യൻ പെണ്ണ് കാണാൻ വന്നപ്പോ മുൻപിൻ നോക്കാത്ത കല്യാണത്തിന് സമ്മതിച്ച ഒരു വക്കീലിന്റെ കഥന കഥ. പേര് വിനാശകാല വിപരീത ബുദ്ധി. വക്കീലേ, നമസ്കാരം വക്കീലേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്റെ വിശേഷം അന്വേഷിക്കാനായിട്ട് വന്നാണോ? അല്ല വക്കീലേ, നമ്മുടെ പ്രകാശനും ദിനേശനും തമ്മിലുള്ള കേസിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ദിനേശ് നിർബന്ധിച്ചത് കൊണ്ടാണല്ലോ അന്ന് വക്കീല് കേസ് ഫയൽ ചെയ്തത്. നമസ്കാരം സാറേ. ഇന്നലെ വൈകിട്ട് ദിനേശൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് കേസുമായി മുന്നോട്ട് പോകാൻ അവൻ താല്പര്യമില്ല. അവർ ചേട്ടനരിയും തമ്മിലുള്ള പ്രശ്നം വീട്ടിലങ്ങ് തീർത്തോളാം, വക്കീലിന്റെ സഹായം വേണ്ടാന്ന്. അത് കൊള്ളാം. നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം കൂടി ഇങ്ങനെ തീരുമാനിച്ചാൽ ഈ വക്കീലന്മാരുടെ ഗതി എന്താ ഉത്തമ? കറുത്ത കോട്ടൊക്കെ ഊരി വെച്ചിട്ട് പറമ്പ് കളിക്കാൻ പോയിട്ട് വരും. പറമ്പ്. നീ വിളിക്കണ്ട കേട്ടോ, നിന്റെ കാര്യത്തിൽ ഈ പ്രശ്നം വരില്ലല്ലോ.
എനിക്ക് മാന്യമായ ജോലിയും മാന്യമായ ശമ്പളവും ഉണ്ടല്ലോ. കക്ഷിക്ക് താല്പര്യമില്ല, പിന്നെ വക്കീലിന്റെ കേസൊന്നുമില്ല. പക്ഷെ എനിക്ക് ചെലവായ കാശ് ഞാൻ പറഞ്ഞ ഫീസും കിട്ടിയില്ലെങ്കിൽ കേസ് പിൻവലിക്കില്ല എന്നും കൂടി ഒന്ന് ദിനേശനോട് പറഞ്ഞേക്കൂ. കേസ് പിൻവലിക്കാൻ കക്ഷി മാത്രം വിചാരിച്ചാ പോരാ, വക്കീൽ കൂടെ വിചാരിക്കണം. ഉത്തമൻ, ഈ പറഞ്ഞ സംഭവം ഒരു നല്ല കഥയ്ക്കുള്ള ആശയമാണ്. വാദി പ്രതിയായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. വക്കീല് പ്രതിയായി എന്നൊരു കഥ എഴുതാൻ നല്ല രസമായിരിക്കും അല്ലേ? വക്കീല് പ്രതിയായി. അതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചോ. ഇന്നലെ ഉത്തമൻ രാമേന്ദ്രൻ സാറിനെ കാണാൻ പോയിന്നല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. രാമേന്ദ്രൻ സാറിനെ കണ്ട് ആ ഫയൽ വാങ്ങി ഞാൻ വിദ്യാലക്ഷ്മി വക്കീലിന് കൊടുക്കുകയും ചെയ്തു. രാമചന്ദ്രൻ സാറിനെ കാണാൻ പോയപ്പോ സാർ നമ്മുടെ നാട്ടിലെ വില്ലേജ് ഓഫീസർമാരെ പറ്റി എന്തോ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? പറയൂ, അതെന്താണ്? അല്ല, അത് പിന്നെ മോഹനേഷ സാറ് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. മോഹനേഷ സാറിന്റെ പരിചയമുണ്ടെന്ന് പറഞ്ഞു രാമേന്ദ്ര സാറ്. അത് മാത്രമല്ലല്ലോ പറഞ്ഞത്. അല്ല, അത് മാത്രമേ ഉള്ളൂ പറഞ്ഞുള്ളൂ വക്കീലെ, വേറെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ എങ്ങനെയാ ഉത്തമ? ഇന്നലെ വക്കീൽ ഓഫീസ് വന്നപ്പോ വേറെന്തോ കൂടി ഉത്തമ പറഞ്ഞായിരുന്നല്ലോ. പക്ഷെ അത് എന്താണെന്ന് ഞാൻ അങ്ങ് മറന്നുപോയി. എന്തായിരുന്നു അത്? ഞാനൊരു സത്യം പറയട്ടെ വക്കീലെ, ഞാനും ആ സംഭവം അങ്ങ് മറന്നുപോയി. അയ്യോ, അതെത്ര മറവേ ഉത്തമ? ഓർമ്മ വന്നു. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു അലവലാതിയാണ് വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? പിന്നെ അലവലാതി എന്നൊന്നും സാർ പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? അയ്യോ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു മഹാനാണെന്നോ? അല്ലല്ല, മഹാനല്ല, ഒരു മഹാ തെണ്ടിയാണെന്ന് പറഞ്ഞു. പക്ഷെ രാമേന്ദ്ര സാർ പറഞ്ഞതിൽ ഒരു കാര്യമില്ല സാറേ. കാര്യം, അറുത്ത കൈക്ക് പിന്നെ ഉപ്പ് തേക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ പിന്നെ മോഹനൻ സാറ് തെറ്റ് ചെയ്തെന്ന് എങ്ങനെ പറയാൻ പറ്റുമല്ലോ? പക്ഷെ എന്ത് പറഞ്ഞാലും ഉത്തമ, ഒരു കഥയ്ക്കിടാൻ പറ്റിയ പേര് തന്നെയാണിത്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. അതൊരു വില്ലേജ് ഓഫീസറുടെ കഥയാണെങ്കിൽ കേമോ ആയിരിക്കും. അത് തന്നെ മതി. അടിപൊളി. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ, വില്ലേജ് ഓഫീസറുടെ കഥ. അടിപൊളിയാണ് സാറേ. ഈ രാമേന്ദ്ര സാർ പറഞ്ഞ കാര്യം ഞാൻ വക്കീലിന്റെ അടുത്ത് പറഞ്ഞു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. മോഹനേട്ടാ, അപ്പൊ എങ്ങനെയാ മോഹനേട്ടാ, നമുക്ക് ആ കഥ തന്നെ അങ്ങ് എഴുതിയാലോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ, ഒരു എടുത്തുചാട്ടക്കാരനും മുൻകോപിയുമായ വില്ലേജ് ഓഫീസർ. അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു സഹായവും ചെയ്യില്ല. കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്, പക്ഷെ 10 പൈസ ചെലവാക്കില്ല. നാട്ടുകാരുടെ കാര്യം പോട്ടെ, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി പോലും 1 രൂപ മുടക്കുന്ന കാര്യം വരുമ്പോ ഈ യോഗിന്റെ ചങ്ക് പടപടാന്ന് അടിച്ചോണ്ടിരിക്കും. ചെലവ് ചുരുക്കാനായി ഭക്ഷണം തന്നെ ഒഴിവാക്കിയാലോ എന്ന് ചിന്തിക്കുന്ന ഒരു അറുപിശുക്കനാണ് ഈ കഥാപാത്രം. പിന്നെയും ഈ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ, ഭാര്യ ജോലി ചെയ്ത് പണം സമ്പാദിച്ചാൽ സ്നേഹം ഭാവിച്ച് കൂടെ കൂടി അത് എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുത്ത് സ്വന്തം പേരിൽ ബാങ്കിൽ ഇടുന്നതാണ് ഇദ്ദേഹത്തിന്റെ വേറൊരു പരിപാടി. അങ്ങനെ ഭൂലോക പിശുക്കനായി ഒരു ഭർത്താവിന്റെ കൂടെ കഴിയേണ്ടി വന്ന വിദ്യാസമ്പന്നയും സൽസ്വഭാവിയും സ്നേഹമുള്ളവളുമായ ഒരു സ്ത്രീയുടെ കഥ. ഈ പിശുക്കന്മാരുടെ കഥ പുതിയതൊന്നും അല്ലെങ്കിലും ഇമാതിരി പിശുക്ക് ഒരു ഭയങ്കര പുതുമയായിരിക്കും. പറഞ്ഞൊക്കെ മറുപടി പറയാൻ എനിക്ക് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അടുത്ത ആളെ വന്നിരിക്കുന്നു. നിന്റെ ജീവിതത്തിലേക്ക് വന്നതാ. ചെല്ല്. ഷർട്ടും കൊണ്ടും തേച്ച് കിട്ടണം ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ പോയി നോക്കിയാൽ മതി. നിന്നെ തെറി പറയാൻ വന്ന ആളോട് ഞാനെന്ത് പറയാനാ? വക്കീല് കാശിക്ക് പോയെന്ന് പറയാം അല്ലേ? പോയി നോക്കുന്നുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. എന്താ കൂടി? ഞാൻ സാറിനെ കണ്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? പോക്കുവരവിന്റെ കാര്യമാണെങ്കിൽ അത് നടക്കില്ല. അത് സാറ് പല പ്രാവശ്യം പറഞ്ഞല്ലോ. അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഒരു കാര്യം നടക്കില്ല എന്ന് പറയാൻ വേണ്ടിയാണോ സർക്കാർ സാറിന് ശമ്പളം തരുന്നത്? ഞാൻ കാശ് കൊടുത്ത് ഭൂമി വാങ്ങി രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്ററും ചെയ്തതാ. ആ ആധാരവുമായി വില്ലേജ് ഓഫീസിൽ കയറി വന്നത്. അതുകൊണ്ട് ഭൂമി വിറ്റ സദാശിവം ചേട്ടനും ഭൂമി വാങ്ങിയ എനിക്കും അത് രജിസ്റ്റർ ചെയ്തെന്ന സബ് രജിസ്ട്രാർക്കും ഇല്ലാത്ത എന്ത് സുഖേടാ സാറിന്?
സാറാരെ ഹരിചന്ദ്രനോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ആണെന്നോ? എന്നെ പുഴുങ്ങി തിന്നു. നോക്കിക്കോ സാറേ, ഈ കേസിന് ഞാൻ കോടതിയിൽ പോകും. മനഃപൂർവ്വം പോക്കുവരവ് ചെയ്യാതിരുന്ന് എനിക്ക് നഷ്ടമുണ്ടാക്കിയെന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും. നടക്കട്ടെ. എന്താ നടക്കാത്തെ? ഈ നാട്ടിൽ വേറെ ഉണ്ടല്ലോ വില്ലേജ് ഓഫീസർമാർ. അവർക്കൊന്നുമില്ലാത്ത എന്തോ സൂക്കേടാ സാറിന്. കുറെ നാളായി നാട്ടുകാർ സാറിനെ സഹിക്കാൻ തുടങ്ങിയിട്ട്. എന്താവശ്യം പറഞ്ഞ ഓഫീസിൽ വന്നാലും ഇല്ല, നടക്കില്ല, നടക്കുന്ന പ്രശ്നമില്ല. ദേ, എന്റെ സ്വഭാവം സാറിന് അറിയാൻ മേലാഞ്ഞിട്ടാ. ഇടഞ്ഞാ ഞാൻ മഹാപെശക. എന്തായാലും പോക്കുവരവ് നടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് നോക്കാൻ ഒന്നുമില്ല. സാറിനെ നാട്ടുകാരെ മുമ്പിട്ട് കൈവയ്ക്കാനും ഞാൻ മടിക്കില്ല. ഓഹോ, ആ എന്നാ പിന്നെ അത് കണ്ടിട്ട് കാര്യം. കാണാനൊന്നുമില്ല, നമുക്ക് നോക്കാം. അതെ, ജോണുകുടി പറഞ്ഞതല്ല ഞാൻ കേട്ടു. നിയമവിരുദ്ധമായിട്ട് ഒരു ഭൂമിയുടെ ആധാരം എഴുതുക, എന്നിട്ട് അത് പോക്കുവരവ് ചെയ്യാതിരിക്കുന്ന ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുക. സംഗതി വലിയ കേസാ ജോണിക്കുട്ടി. എന്ത് കേസ്? കേസൊക്കെ ഞാൻ നോക്കിക്കോളാം. കുറച്ച് പാടുപെടും. SI വിക്രമ സാറിന് ഞാനൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ ആ നിമിഷം ജോണിക്കുട്ടി അകത്താ. വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി നിയമവിരുദ്ധമായ കാര്യം ചെയ്യാൻ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ നിർബന്ധിച്ചു. ജാമ്യം പോലും കിട്ടില്ല ജോണിക്കുട്ടി. അതെ, നിയമം ഇങ്ങോട്ട് കൂടുതൽ പഠിപ്പിക്കണ്ട. നല്ല ഒന്നാന്തരമായിട്ട് നിയമം പഠിച്ച ആളാണ് ഞാൻ. തൽക്കാലം സ്ഥലം വിടാൻ നോക്ക്. ആ പോക്കുവരവ് ഈ നൂറ്റാണ്ട് കടന്നു വരില്ല. മോഹനേട്ടൻ അങ്ങനെ തീരുമാനിച്ച സ്ഥിതിക്ക് അത് അങ്ങനെ തന്നെയാണ്. രണ്ടുപേരും കൂടി എന്നെ വരട്ടാന്നൊന്നും കരുതണ്ട. ജോണിക്കുട്ടിയോട് പോകുന്നുണ്ടോ ഇല്ലയോ? വീട്ടിൽ കയറുന്ന ഭീഷണിപ്പെടുത്തുന്നോ? പൊടിയാ വേണ്ടത്. കുറച്ചു മുന്നേ വേറൊരാള് വന്ന് എന്നെ ചീത്ത വിളിച്ചിട്ട് പോയപ്പോ ഈ ആവേശമൊന്നും കണ്ടില്ലായിരുന്നല്ലോ. ഇല്ല. അപ്പൊ മോഹനേട്ടന്റെ വാശിയായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ വാശി കാണിക്കാൻ പറ്റൂലല്ലോ. ഞാൻ വാശി കാണിച്ചതല്ല. പിന്നെ അയാള് കേസ് തോറ്റേന്റെ വിഷമത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കും. അതൊക്കെ നമുക്ക് സഹിക്കാത്ത കാര്യമല്ലേ. പക്ഷെ അതുപോലെ അല്ലല്ലോ ഇത്. മോഹനേട്ടാ, ജോണിക്കുട്ടി പറഞ്ഞപ്പോഴാ എനിക്ക് പുതുമയുള്ളൊരു കഥയുടെ ആശയം കിട്ടിയത്. എന്ത്? ജോണിക്കുട്ടി പറഞ്ഞില്ലേ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വഴക്കുണ്ടാക്കാൻ ഇറങ്ങിയതാന്ന്. തമ്മി കാണുമ്പോഴൊക്കെ വഴക്കുണ്ടാക്കുകയും ഒരു പ്രശ്നം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയുടെ ഭർത്താവിന്റെയും കഥയായാലോ? അതിലൊരു പുതുമയില്ലേ? അത് അത്രയ്ക്ക് പുതുമയുണ്ടോ? കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് നാട്ടുകാർ മുഴുവൻ കണ്ടോണ്ടിരിക്കുന്ന കഥയല്ലേ അത്. പിന്നെ ഇനി അത് കൊള്ളാം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ എഴുതിയോ. എന്നിട്ട് കാര്യം നിസ്സാരം എന്ന പേര് വിട്ടു. എപ്പോഴും വഴക്കുണ്ടാക്കുകയും അടുത്ത നിമിഷം കൂട്ടുകൂടുകയും ചെയ്യുന്ന ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും കഥ മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. ഇനിയും വഴക്കുണ്ടാക്കാനും വഴക്കിനൊടുവിൽ കൂട്ടുകൂടാനും ഇവർക്ക് തോന്നട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.